നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ലയണൽ മെസ്സി ഇന്ത്യയിലെത്തി. ഇന്ന് പുലർച്ചെയാണ് കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തത്. മയാമിയിൽ നിന്ന് ദുബായ് വഴി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. പുലർച്ചെ 2:26 വിമാനം ലാൻഡ് ചെയ്തു. കൊൽക്കത്തയിൽ വൻ ജനാവലിയാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ആ പുലർച്ചെ സമയത്തും ലിയോ മെസ്സിയെ കാത്തുനിന്നത് എയർപോർട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട്. മെസ്സിയും ഡിബോളും സുവാരസും ഒക്കെ എത്തുന്ന ആദ്യ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശത്തിലേക്കാണ് മെസ്സി എത്തിയിരിക്കുന്നത്. പക്ഷേ കാത്തുനിന്ന ജനങ്ങളിൽ മിക്കവരും നിരാശപ്പെടേണ്ടി വന്നു. ലിയോ മെസ്സിയെയും സംഘത്തെയും ബാക്ക് ഗേറ്റിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. കാരണം വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് വലിയ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ട്. 9:30 മുതൽ 9:30 AM മുതൽ 10:30 AM വരെ ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലെ പ്രോഗ്രാമുകളാണ് ആദ്യം പറയുന്നത്. 10:30 മുതൽ 11:15 വരെ വെർച്വൽ ഇനാഗുറേഷൻ ഓഫ് മെസ്സി സ്റ്റാച്യു. മെസ്സിയുടെ ഒരു 70 അടി ഉയരമുള്ള സ്റ്റാച്യു കൊൽക്കത്തയിൽ അനാവരണം ചെയ്യാൻ പോവുകയാണ്. അത് വെർച്വലി ഇനാഗുറേറ്റ് ചെയ്യും. പിന്നെ 11:15 AM മുതൽ 11:25 AM വരെ യുവഭാരതി സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം എത്താനുള്ള ഒരു സമയമാണ്. ദെൻ 11:30 AM ഷാരൂഖ് ഖാൻ യുവഭാരതി സ്റ്റേഡിയത്തിലേക്ക് എത്തും. 12 PM ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയും സൗരവ് ഗാംഗുലിയും ഒക്കെ വിവേകാനന്ദ യുവഭാരതി കരിരംഗൻ സ്റ്റേഡിയത്തിലേക്ക്, അതായത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലേക്ക് എത്തും. പിന്നെ 12 PM മുതൽ 12:30 PM വരെ ഫ്രണ്ട്ലി മാച്ചും അതുപോലെ തന്നെ ഫെലിസിറ്റേഷനും ഇൻ്ററാക്ഷനുമാണുള്ളത്. 2 മണിക്ക് അദ്ദേഹം ഹൈദരാബാദിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം 7 PM ഒരു 7 vs 7 മാച്ച് ഉണ്ട് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, അതായത് ഉപ്പൽ സ്റ്റേഡിയത്തിൽ. ലയണൽ മെസ്സിയും അതുപോലെ മറ്റ് ഉള്ളവരൊക്കെ പങ്കെടുക്കുന്ന ഒരു മത്സരമുണ്ട്. അതിനുശേഷം മ്യൂസിക്കൽ കൺസേർട്ട്. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് മെസ്സി എത്തിയതിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.